രക്ഷയാം ദിവ്യ സ്നേഹക്കടലേ, ക്രിസ്തേശു നൽകും കരുണാപൂരമേ. രക്ഷയാം ദിവ്യ സ്നേഹക്കടലേ, ക്രിസ്തേശു നൽകും കരുണാപൂരമേ. സൗജന്യമായി ലോകത്തെ വീണ്ടവനേ, സൗജന്യമായി ലോകത്തെ വീണ്ടവനേ. പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടേണമേ. പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടേണമേ. കരതീകം ഞാൻ വീഴ്ത്തിടും കണ്ണീർ കൈപേറിയതാ. എൻ പാപം അനേകം കരതീകം ഞാൻ വീഴ്ത്തിടും കണ്ണീർ കൈപേറിയതാ. വ്യർത്ഥം എൻ കണ്ണീർ രക്തസാഗരമേ, വ്യർത്ഥം എൻ കണ്ണീർ രക്തസാഗരമേ. പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടേണമേ. പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടേണമേ. പരീക്ഷകളും ഭയവും ഹേതുവാ എൻ ജീവിതം ഖേദവും ശൂന്യവുമാ. പരീക്ഷകളും ഭയവും ഹേതുവാ എൻ ജീവിതം ഖേദവും ശൂന്യവുമാ. പ്രത്യാശയെനിക്കുണ്ടു നല്ലതിനാ, പ്രത്യാശയെനിക്കുണ്ടു നല്ലതിനാ. പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടുമെങ്കിൽ. പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടുമെങ്കിൽ. അനുഗ്രഹീത ദൈവദാസനായിരുന്ന വില്യം ബൂത്ത് രചിച്ച ഗാനമാണല്ലോ ഇന്ന് രാവിലെ നാം ശ്രവിച്ചത്. ഹേ രക്ഷയാം ദിവ്യ സ്നേഹക്കടലെ എന്ന് തുടങ്ങുന്നതായ ഗാനം. വലിയവനായ ദൈവം മാനവരാശിക്ക് നൽകിയ ദൈവകൃപയുടെ ആഴത്തെ സംബന്ധിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ഗാനമാണ് ഈ ഹേ രക്ഷയാം ദിവ്യ സ്നേഹക്കടലെ എന്ന് തുടങ്ങുന്നതായ ഈ ഗാനം. ഇതിലെ ഓരോ വരികളും
ആഴമേറിയ അർത്ഥമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അതിൽ ദൈവദാസൻ പറയുകയാണ്, കൃപാക്കടലെ നിന്റെ തീരത്ത് ഞാൻ അനേക നാൾ ആകാംക്ഷയോടെ നിന്നേൻ. മടങ്ങിടുകിൽ ഇവിടുന്നിനി ഞാൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകാതിരുന്നാൽ. കർത്താവെ, അവിടുത്തെ കൃപയുടെ കടലിൻ്റെ തീരത്ത് ഞാൻ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. അവിടുത്തെ ദൈവകൃപ എൻ്റെ മേൽ ഒരു വലിയ പ്രവാഹമായി ഒഴുകണമേ. ഒഴുകാതിരുന്നാൽ ഞാൻ ഇവിടെ നിന്ന് മടങ്ങുന്നില്ല. എത്രമാത്രം അർത്ഥവത്തായ വരികളാണ്. അതുപോലെ തന്നെ ആഴമേറിയ ചിന്തകൾ നമുക്ക് സമ്മാനിക്കുന്നതായ വരികളാണ്. പരീക്ഷകളും ഭയവും ഹേതുവാൽ എൻ ജീവിതം ഖേദവും ശൂന്യവുമായി. പ്രത്യാശ എനിക്കുണ്ട് നല്ലതിനായി. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടുമെങ്കിൽ. ഈ ജീവിതത്തിലെ പരീക്ഷകളും ഭയവും ഒക്കെ ഹേതുവായിട്ട് എൻ്റെ ജീവിതം വല്ലാതെ ദുഃഖവും ശൂന്യവുമായി തീരുന്നതായ സമയത്ത് എനിക്ക് പ്രത്യാശ നൽകുന്ന അവിടുത്തെ കൃപയുടെ പ്രവാഹം എൻ്റെ മേൽ ഒഴുകണമേ എന്നാണ് ദൈവദാസൻ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. എത്രമാത്രം ആഴമേറിയ അർത്ഥമാണ് ഈ വരികൾക്കുള്ളത്. ഭയവും പരീക്ഷകളും ഹേതുവായി ജീവിതം ദുഃഖവും ശൂന്യവുമായി തീരുന്നതായ ഒരു സമയം എത്രമാത്രം പ്രയാസകരമായ ഒരു സമയമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ഈ നിലയിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പരിശോധനകളും പരീക്ഷകളും അടിക്കടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതം ദുഃഖപൂർണമായി തീരുന്ന സമയത്ത്, നിരാശാപൂർണമായി തീരുന്ന സമയത്ത് നമ്മെ സാന്ത്വനിപ്പിക്കുന്നത് എന്താണ്? നമ്മെ ധൈര്യപ്പെടുത്തുന്നത് ആരാണ്? മനുഷ്യർക്കൊക്കെ നമ്മെ ധൈര്യപ്പെടുത്തുവാനോ ആശ്വസിപ്പിക്കുവാനോ അവരുടെ വാക്കുകളിലൂടെ നമ്മെ സമാധാനിപ്പിക്കുവാനോ ഒക്കെ ശ്രമിച്ചെന്നിരിക്കാം. പക്ഷെ അതിനെല്ലാം ചില പരിധികളും പരിമിതികളും ഒക്കെ ഉണ്ട്. പരിശോധനകളോ പരീക്ഷകളോ നിമിത്തം ജീവിതം വല്ലാതെ ദുസ്സഹമായി തീരുമ്പോൾ ധൈര്യത്തോടെ മുൻപോട്ട് ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവകൃപയാണ്. ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് നാം പോകുമ്പോൾ ആ ദൈവകൃപ ധാരാളം നമുക്ക് ലഭിക്കുന്നു. ദൈവവചനം നമ്മോട് സംസാരിക്കുന്നതാണ്, നമ്മെ ധൈര്യപ്പെടുത്തുന്നതാണ്. ജീവിതം നിരാശാപൂർണമാണ് എന്ന് വിചാരിക്കുമ്പോൾ ദൈവവചനത്തിലേക്ക് തിരിയുക. ആ ദൈവവചനം നമ്മോട് സംസാരിക്കുവാൻ തുടങ്ങും. ദൈവവചനത്തിൻ്റെ പ്രത്യേകത അതാണ്. അത് നമ്മോട് സംസാരിക്കുന്നതാണ്. ദൈവവചനം നമ്മുടെ ഹൃദയത്തോട് ഇടപെടുന്നതാണ്. പലപ്പോഴും നാം നിരാശരായി തീരുമ്പോൾ, പലപ്പോഴും നാം ദുഃഖിതരായി തീരുമ്പോൾ നമ്മോട് സംസാരിക്കുന്ന ദൈവവചനമാണ് ഈ വിലയേറിയ ദൈവവചനം. മനുഷ്യനോട് എന്ന പോലെ നമ്മോട് സംസാരിക്കുന്ന ദൈവവചനം. ആ ദൈവശബ്ദം നമുക്ക് ഈ തിരുവെഴുത്തിലൂടെ കേൾക്കുവാൻ സാധിക്കും. എത്രയോ ആയിരക്കണക്കിന് ആളുകളെ ജീവിതത്തിലെ നിരാശയിൽ നിന്ന് സന്തോഷത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നതാണ് ദൈവവചനം. ആത്മഹത്യ ചെയ്യുവാനായി പോയിരുന്ന ധാരാളം പേരോട് ഈ ദൈവവചനം സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ദിവ്യമായ സമാധാനവും അനുഭവിക്കുന്നവരായി തീരുകയും ചെയ്തിട്ടുണ്ട്. 32-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നൽകുന്നതായ വലിയ സഹായത്തെ സംബന്ധിച്ചാണ് നാം ഇവിടെ കാണുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും മേൽ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന ദൈവത്തെ നാം ഇവിടെ കാണുകയാണ്. പലപ്പോഴും നാം പ്രയാസപ്പെടുകയോ ഭാരപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ നടക്കേണ്ടുന്നതായ വഴി ഏതാണെന്ന് അറിയാതെ നാം ഭാരപ്പെടുന്ന സമയത്ത് ദൈവവചനം നമ്മോട് പറയുന്നത് എന്താണ്? ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ നിരാശാപൂർണമായ അവസരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടുന്നത് എന്ന് നാം ഒരുപക്ഷെ വല്ലാതെ ചിന്താകുലമുള്ള മനസ്സിൻ്റെ ഉടമകളായി മാറിയെന്നിരിക്കും. ഞാൻ എങ്ങനെ ജീവിക്കും? എൻ്റെ ദുഃഖം വളരെ വലുതാണ്, എൻ്റെ കഷ്ടത വളരെ വലുതാണ്, എൻ്റെ പ്രയാസം വളരെ വല്ലാത്തൊരവസ്ഥയിലാണ്.
എൻ്റെ ജീവിതം നിരാശാപൂർണമാണ് എന്നൊക്കെ മനസ്സ് പറയുന്നതായ സമയത്ത് ദൈവവചനം നമ്മോട് പറയുന്നത്, നിന്നെ കാണുന്ന ഒരു കർത്താവുണ്ട്, നിന്റെ മേൽ ദൃഷ്ടി വച്ചിരിക്കുന്ന ഒരുവനുണ്ട്, നീ പോകേണ്ടുന്നതായ പാത നിനക്ക് കാണിച്ചു തരുവാൻ കഴിവുള്ള ഒരുവൻ നിന്നോട് കൂടെയുണ്ട്. അവിടുന്ന് നിന്നെ ഉപദേശിച്ച് ഈ സാഹചര്യത്തിൽ നീ നടക്കേണ്ടുന്നതായ വഴി അവൻ നിനക്ക് കാണിച്ചു തരും. ഈ സാഹചര്യത്തിൽ മാത്രമല്ല, നിന്റെ ജീവിതത്തിന്റെ അന്ത്യത്തോളം നിന്നെ നടത്തുവാൻ കഴിവുള്ള ഒരുവൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ല. നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുന്ന, അനുഗ്രഹീതമായ ആലോചനകൾ നിനക്ക് നൽകിത്തരുന്ന ഈ കർത്താവിൻ്റെ അരികിലേക്ക് നീ അടുത്തു വന്നാട്ടെ. ദൈവവചനം നമ്മോട് എത്ര ഹൃദ്യമായിട്ടാണ് ഇടപെടുന്നത്. ദൈവകൃപ ധാരാളം നമുക്ക് ലഭിക്കുവാൻ ഈ ദൈവവചനത്തിൻ്റെ അരികിലേക്ക് വരുമ്പോൾ സാധിക്കുന്നു എന്നുള്ളത് അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് നാം പാട്ടിലൂടെ പാടുവാനിടയായി തീർന്നത്, പരീക്ഷകളും ഭയവും ഹേതുവാൽ എൻ ജീവിതം ഖേദവും ശൂന്യവുമായി തീരുമ്പോൾ പ്രത്യാശ എനിക്കുണ്ട്. എത്ര അനുഗ്രഹീതമായ വരികളാണ് ദേവദാസൻ പാടിയത്. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഏറ്റു പാടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരീക്ഷകളും ഭയവും ഹേതുവാൽ എൻ ജീവിതം ഖേദവും ശൂന്യവുമായി പ്രത്യാശ എനിക്കുണ്ടു നല്ലതിനായി. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകിടുമെങ്കിൽ. നോക്കുക, പരീക്ഷകളും ഭയവും ഹേതുവായി ജീവിതം ദുഃഖവും ശൂന്യവുമായി തീരുമ്പോൾ പ്രത്യാശ എനിക്കുണ്ട് നല്ലതിനായി. ഒരു നല്ല കാലം എനിക്കുണ്ട് എന്നുള്ള പ്രത്യാശ നൽകുന്ന ഒരു വലിയ ദൈവകൃപ ദൈവം നമുക്ക് ദാനമായി നൽകുകയാണ്. ഇത്രമാത്രം നമ്മെ സഹായിക്കുന്ന മറ്റൊരുവനും ഈ ലോകത്തിലില്ല. ഇത്രമാത്രം നമ്മെ സഹായിക്കുന്ന മറ്റൊരു തത്വസംഹിതയും ഈ ലോകത്തിലില്ല. നമ്മെ സഹായിക്കുന്ന ഒരേ ഒരു കരം, നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരേ ഒരു കരം, നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്ന ഒരേ ഒരു കരം കർത്താവിൻ്റെ കരങ്ങൾ മാത്രമാണ്. ആ ദൈവകൃപയാണ് നമുക്ക് ഇന്ന് രാവിലെ ആവശ്യം. ആ കൃപാകടലിന്റെ തീരത്തേക്ക് നമുക്ക് ചെല്ലാം. നമ്മുടെ മേൽ ഒഴുകുന്ന ആ വലിയ പ്രവാഹം ഇന്ന് രാവിലെ ദൈവകൃപയായി നമ്മിലേക്ക് ഒഴുകുവാൻ കർത്താവ് ഇടയാക്കട്ടെ. നമ്മെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ സഹായിക്കുന്ന ദൈവകൃപ, സകല പ്രയാസങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന ദൈവകൃപ, ധൈര്യത്തോടെ മുൻപോട്ട് നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ദൈവകൃപ, ഈ ലോകത്തിൽ നമ്മെ ഒരു പിതാവിനെ പോലെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്ത് നമ്മെ മുൻപോട്ട് വളർത്തുന്ന ദൈവകൃപ. തീത്തോസിന്റെ ലേഖനത്തിൽ നാം അങ്ങനെ വായിക്കുന്നുണ്ട്, നമ്മെ ശിക്ഷിച്ച് വളർത്തുന്ന ദൈവകൃപ. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 2-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. നമ്മെ ശാസിക്കുകയും ശിക്ഷിക്കുകയും നമ്മെ ധൈര്യത്തോടെ മുൻപോട്ട് നയിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവകൃപയാണ് ഈ മഹാപ്രവാഹമായ ദൈവകൃപ. ആ കൃപാക്കടലിന്റെ തീരത്തേക്ക് ഇന്ന് രാവിലെ നാം അടുത്ത് വന്നിരിക്കുകയാണ്. നമ്മെ സഹായിക്കുന്ന ആ ദൈവകൃപയ്ക്കായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ ലോകത്തിൽ നമ്മെ ജീവിക്കുവാൻ സഹായിക്കുന്ന, ധൈര്യത്തോടെ മുൻപോട്ട് ജീവിക്കുവാൻ സഹായിക്കുന്ന ആ ദൈവകൃപയുടെ മുൻപാകെ അടുത്ത് വന്നിരിക്കുന്നു. ആ കൃപ ഇന്നത്തെ ദിവസം ധാരാളമായി ഒരു വലിയ പ്രവാഹമായി നമ്മുടെ മേൽ ഒഴുകുവാൻ ഇടയാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. പലപ്പോഴും ഞങ്ങളുടെ ജീവിതം ദുഃഖപൂർണമായി തീരുമ്പോൾ, നിരാശാപൂർണമായി തീരുമ്പോൾ ഞങ്ങളെ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. പലപ്പോഴും കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ പരിശോധനകളും പരീക്ഷകളും നിമിത്തം ഞങ്ങൾ വല്ലാതെ തകർന്നു പോയിട്ടുണ്ട്. എന്നാൽ കർത്താവെ, അവിടുത്തെ ദൈവകൃപ ഞങ്ങളിലേക്ക് ധാരാളമായി അവിടുന്ന് നൽകി, ഞങ്ങൾ നടക്കേണ്ടുന്നതായ വഴി ഞങ്ങൾക്ക് കാണിച്ചു തന്ന്, ഞങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തന്ന് ഞങ്ങളെ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ രക്ഷയിലേക്ക് നയിച്ച അവിടുത്തെ ദാനമായ ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങളെ ജീവിക്കുവാൻ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
ഇന്നത്തെ ദിവസം കർത്താവെ, ആ ദൈവകൃപയുടെ വലിയ പ്രവാഹം അനുഭവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ കർത്താവെ, ഇന്നത്തെ ദിവസം ആ കൃപാക്കടലിൻ്റെ തീരത്ത് ഞങ്ങൾ വന്നിരിക്കുന്നു. ആ കൃപയുടെ പ്രവാഹം ഇന്ന് പകലിൽ ഞങ്ങളുടെ മേൽ ഒഴുകുവാൻ അവിടുന്ന് അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ, അവിടുന്ന് സഹായിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.